फिल्म है द कश्मीर फाइल्स, इसने एक वर्ल्ड रिकॉर्ड बनाया है पहली बार विश्व के इतिहास में। मैंने सोचा नहीं था कि मैं किसी चीज में वर्ल्ड रिकॉर्ड तोड़ूंगी, लेकिन मैंने तोड़ दिया है। वर्ल्ड रिकॉर्ड बनते देखना अपने आंखों के सामने बड़ी बात है, वो भी जलेबी का वर्ल्ड रिकॉर्ड। मेरी कंपनी कैलवे वाटर एंड सोडा ने इंटरनेशनल बुक ऑफ रिकॉर्ड में अपना नाम दर्ज कर लिया है। वर्ल्ड रिकॉर्ड की हैट्रिक बना के अपना नाम इंटरनेशनल बुक ऑफ रिकॉर्ड्स दर्ज करवा जा रही है। First time in the world, lower primary students of ALP School Ariyur have successfully built a mobile application for their own school using MIT App Inventor. This historic achievement highlights the creativity and technical potential of young learners. The project was guided by Abhinav, the trainer and an IDR world record holder, whose mentorship empowered the students to turn ideas into a real application. ALP School Ariyur proudly sets a global example in early stage innovation and digital learning. Our app is available on Play Store, ALP School Ariyur. അഭിനവ് തന്നെയാണ് ഈ കുട്ടികളെയും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മാണം പഠിപ്പിച്ചത്. അതിന് 100% നമ്മൾ അഭിനവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അഭിനവിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഈ ലിയ റോബോട്ടിന്റെ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും അധികം മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ വ്യക്തി എന്ന വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അഭിനവ്. 8ാം ക്ലാസ് മുതൽക്ക് ഏകദേശം 100-ലധികം മൊബൈൽ ആപ്ലിക്കേഷൻസ് അഭിനവ്, അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി, ഒറ്റപ്പാലം MLAക്ക് വേണ്ടി ഒക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുത്ത ആ കാലഘട്ടം. അപ്പൊ നമുക്കറിയാം ഇതൊരു നൂതന ആശയമാണ്. ഇങ്ങനെയൊരു ചിന്താഗതി എന്തുകൊണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലത്തിലുള്ള കുട്ടികളാണ്. ഇത് നമുക്ക് സാധിക്കുമോ എന്ന ഒരു കൗതുകം, ഒരു ചോദ്യം ഇതായിരുന്നു ഞാൻ അഭിനവിനോട് ചോദിച്ചത്. എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പഠനം നടത്തിക്കൂടാ? അപ്പോ അഭിനവ് പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. ആ ഒരു വാക്കിന്റെ ബലത്തിൽ നമ്മള് 20 കുട്ടികളെ നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും നറുക്കെടുത്തിട്ടാണ് കിട്ടിയത്. 2ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ ഈ രീതിയിലാണ് തിരഞ്ഞെടുത്തത്. ഇതിന് യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയയും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 20 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 20 കുട്ടികൾക്ക് ജൂലൈ തൊട്ടിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇന്ന് അവരതെല്ലാം പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവർ തത്സമയം ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ട് ടു എൻഡ് വരേക്കുള്ള 4 ഗ്രൂപ്പുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവരുടെ ഇൻസ്റ്റലേഷൻ ആരംഭിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ കിഡ്സ് ടിങ്കറിംഗ് ലാബിലെ കുട്ടികളെ നമ്മുടെ സ്വന്തമായ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ തത്സമയ ഇൻസ്റ്റലേഷനിലേക്ക് കടക്കുകയാണ്. ഇവിടെ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. അവർക്ക് അതിന് കഴിയട്ടെ. അതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ ഗ്രൂപ്പിന്റെ ഇൻസ്റ്റലേഷൻ ആരംഭിക്കാം. അതിനുശേഷം അവർ ചെയ്ത കാര്യങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് അവർ പ്രസന്റ് ചെയ്യും. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് അടുത്ത ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അതിന്റെ 3ാമത്തെ ഘട്ടം 3ാമത്തെ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അതിന്റെ ഫൈനൽ, അതിന്റെ ഓരോ ഘട്ടവും എന്ത് എന്നുള്ളതെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളോട് വിശദീകരിക്കും. അതിന്റെ ഫൈനൽ ഘട്ടം, ഒരു ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുന്നത് അവിടുത്തെ 4ാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഒരു കൈയടിയോടുകൂടി നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നമ്മുടെ കുട്ടികളുടെ ഈ ഒരു മൊബൈൽ ആപ്പ് ഇൻസ്റ്റലേഷന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാം. സാധനങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ക്ഷണിക്കാം. നമ്മുടെ SSK പ്രോഗ്രാം ഓഫീസർ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാഷ് വരും. കുറച്ച് 10 മിനിറ്റുള്ള അദ്ദേഹം ഇവിടെ ആദ്യം ഘട്ടം തുടങ്ങാം.
ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് നിവേദസ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് ഹാഫിസ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഈ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറാണ്. എൻ്റെ പേര് മുഹമ്മദ് ഹസീൻ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആദിദേവ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ ഫെൻഹൻ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കിഡ്സ് ടിങ്കറിംഗ് ലാബിനോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആപ്പിന്റെ പേരാണ് LPS അരിയൂർ. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ആപ്പിലെ ഹോം പേജിനെ കുറിച്ചാണ്. ഈ ഹോം പേജിൽ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റും ഇമേജും 4 ലേബലുകളും ബട്ടണുകളും എന്നിവ ഉള്ളതാണ്. ഈ ഗ്രേ കളറിൽ കാണുന്നതാണ് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ആ വെള്ള കളറിൽ കാണുന്നത് സ്കൂളിന്റെ ലോഗോയാണ്. ഈ 4 ലേബലുകൾ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ആണ്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഹൊറിസോണൽ അറേഞ്ച്മെന്റ്. അതിൽ 2 ബട്ടണുകളുണ്ട്, ഫോമും സോഷ്യൽ മീഡിയയും. അടുത്തതായി ഹോം ടീമിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ആപ്പിന്റെ ഫോമിനെ കുറിച്ച് എന്റെ പേര് മുഹമ്മദ് ബിഷർ, ഞാൻ 3A പഠിക്കുന്നു. എന്റെ പേര് മുഹമ്മദ് ബിലാൽ PC, ഞാൻ 3C പഠിക്കുന്നു. എന്റെ പേര് ഫൈസാൻ ഷാക്കിർ, ഞാൻ 3A പഠിക്കുന്നു. എന്റെ പേര് ഫാത്തിമ അബ്രാർ, ഞാൻ 3B പഠിക്കുന്നു. എന്റെ പേര് വൈദേഹി, ഞാൻ 3B പഠിക്കുന്നു. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതാണ് ബട്ടൺ, വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്, പിന്നെ വെബ് വ്യൂ. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റിലാണ്. ഈ വെബ് വ്യൂയിലൂടെ ഗൂഗിൾ ഫോം ലിങ്ക് നൽകിയിരിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ബാക്ക് ബട്ടൺ അമർത്തിയ ഹോം ഓൺ ആവുകയും ഫോം ഓഫ് ആവുകയും ചെയ്യുന്നു. അടുത്തതായി സോഷ്യൽ മീഡിയ ടീമിനെ ക്ഷണിക്കുന്നു. എന്റെ പേര് ഫാത്തിമ മെഹറിൻ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ഐഷ നസീം, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ഫാത്തിമ ഹിസാന, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് നാസിഹ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് സൈഫാൻ AP, ഞാൻ 4ൽ പഠിക്കുന്നു. ഞങ്ങൾ തയ്യാറാക്കിയ ആപ്പിലെ സോഷ്യൽ മീഡിയ ഫീച്ചറാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്ക് ബട്ടൺ, വെബ് വ്യൂ, വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് എന്നിവയാണ്. ഇതാണ് ബാക്ക് ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്താൽ ഹോം പേജിൽ എത്തും. ഈ ഭൂമിയുടെ ചിഹ്നമുള്ളതാണ് വെബ് വ്യൂ. ഇതിലാണ് സോഷ്യൽ മീഡിയ ലിങ്ക് നൽകിയിട്ടുള്ളത്. ബട്ടണും വെബ് വ്യൂ എന്നിവ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിലാണ് കാണുന്നത്. പ്രോഗ്രാം കോഡ്
പ്രോഗ്രാം ബോർഡ് ടീമിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ആപ്പിലെ അവസാന പ്രൊസീജിയറായ പ്രോഗ്രാമിനെ കുറിച്ചാണ്. ആദ്യം ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേരാണ് മിസ്ന ഫാത്തിമ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശ്രീബാല KP. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അൽഅമീൻ P. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അലീം K. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഫയാസ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളിതിൽ 6 ബ്ലോക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോം ഓൺ ആകുമ്പോൾ ഹോം, സോഷ്യൽ മീഡിയ അറേഞ്ച്മെന്റുകളും ഓഫ് ആകുന്നു. ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ബട്ടൺ 2 ആണ്. ഒരു സോഷ്യൽ മീഡിയ ഓൺ ആകുമ്പോൾ മറ്റു സോഷ്യൽ മീഡിയ അറേഞ്ച്മെന്റുകളും ഫോമും ഹോമും ഓഫ് ആകുന്നു. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് 3ഉം 4ഉം ബട്ടണുകളെ കുറിച്ചാണ്. ഹോം സ്ക്രീൻ ഓൺ ആകുമ്പോൾ ഫോമും സോഷ്യൽ മീഡിയകളും ഓഫ് ആകുന്നു. ഞാൻ പറയുന്നത് ബട്ടൺ 5നെ കുറിച്ചാണ്. ഫോം ഓൺ ആകുമ്പോൾ ഫോമും സോഷ്യൽ മീഡിയകളും ഓഫ് ആകുന്നു. അടുത്തത് ബട്ടൺ 6. ഹോം ഓൺ ആകുമ്പോൾ ഫോമും സോഷ്യൽ മീഡിയകളും ഓഫ് ആകുന്നു. ആപ്ലിക്കേഷന്റെ ജനറൽ വിശദീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഞങ്ങളുടെ സ്കൂളിന്റെ ആദ്യത്തേതും ഔദ്യോഗികവുമായ ആപ്പാണ് ALP സ്കൂൾ അരിയൂർ എന്നത്. ഈ ആപ്പ് നിർമ്മിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച അഭിനവ് സാറിന് വളരെയധികം നന്ദിയുണ്ട്.